ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ കുടലിലെ പുണ്ണ്, കുടലിൽ കാണപ്പെടുന്ന പുണ്ണ്. അപ്പോൾ എന്താണ് ഈ കുടലിലെ പുണ്ണെന്ന് പറയുന്നത്? നമ്മുടെ ഈ കുടലിൻ്റെ ഭിത്തിയും ഉൾഭാഗവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷനെ മ്യൂക്കോസ എന്നാണ് പറയുന്നത്. ഈ മ്യൂക്കോസയിൽ കാണപ്പെടുന്ന മുറിവുകളെയാണ് ഗ്യാസ്ട്രിക് അൾസേഴ്സ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന അൾസറാണ് പെപ്റ്റിക് അൾസർ. ഇനി നമ്മുടെ ഈ കുടലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന അൾസറുണ്ട്. ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏത് പോർഷനിൽ വേണമെങ്കിലും നമുക്ക് ഈ അൾസർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഗ്യാസ്ട്രിക് അൾസേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് പെപ്റ്റിക് അൾസറാണ്. ഇനി ഇത് എന്തൊക്കെ കൊണ്ടാണ് ഈ പെപ്റ്റിക് അൾസർ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് ജങ്ക് ഫുഡ്സൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ്സൊക്കെ ഒരുപാട് കഴിക്കുക, കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, നമുക്ക് സ്റ്റാർവേഷൻ ഉണ്ടാവുക. അതായത് ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും ഫുഡൊന്നും കഴിക്കാതെ പോയി ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും ഫുഡ് കഴിക്കുക. കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്, ബോഡി കോൺഷ്യസ് ആണ്, അപ്പോൾ വെയിറ്റ് കോൺഷ്യസ് ആണ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഫുഡിൻ്റെ ഇൻടേക്ക് കുറയുന്നു. ഇൻടേക്ക് കുറയുന്നതിൽ പ്രശ്നമില്ല, അത് എടുക്കുന്ന രീതിയിലാണ് പ്രശ്നം. കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കാത്തത് കൊണ്ട് സ്റ്റാർവേഷൻ വന്നിട്ട് അത് ബോഡീനെ ട്രിഗർ ചെയ്തിട്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തത് സ്മോക്കിങ്, പുകവലി ഇതിനൊരു കാരണമാണ്. ആൽക്കഹോളിസം ഇതിനൊരു കാരണമാണ്. പിന്നെ മറ്റൊന്നാണ് മെഡിക്കേഷൻസ്, അതായത് ആൻറ്റിബയോട്ടിക്സ്, പെയിൻ കില്ലേഴ്സ്, സ്റ്റിറോയിഡ്സ് പോലുള്ള മെഡിക്കേഷൻസിൻ്റെയൊക്കെ എഫക്റ്റ് മൂലവും ഇതുപോലെ പെപ്റ്റിക് അൾസേഴ്സ് വരാറുണ്ട്. നമ്മൾ കാണാറുണ്ടല്ലോ, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തരുന്ന സമയത്ത് നമുക്ക് ഡോക്ടേഴ്സ് അതിൻ്റെ കൂടെ ഒരു ആൻറ്റാസിഡ്സ് കൂടി തരും. അപ്പോൾ ഈ ആൻറ്റാസിഡ് കഴിക്കാതെ പെയിൻ കില്ലേഴ്സും അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ മാത്രം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് കുറച്ച് ട്രിഗറായിട്ട് നമുക്ക് ഇതുപോലുള്ള അൾസേഴ്സൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി മറ്റൊന്നാണ് നമ്മുടെ ഈ കണ്ടാമിനേറ്റഡ് ഫുഡെന്നോ വാട്ടറിന്നൊക്കെ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ്. നമ്മുടെ H. പൈലോറി ഇൻഫെക്ഷൻസ് ഇല്ലേ, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്നത്, ഇതുപോലുള്ള ഇൻഫെക്ഷൻസൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലുള്ള അൾസേഴ്സൊക്കെ ഉണ്ടാകുന്നു. ഇനി മറ്റൊന്ന് ഡയറ്റ് ഞാൻ ഓൾറെഡി ലൈഫ് സ്റ്റൈൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പാക്ഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്സ് ഇതൊക്കെ, അല്ലെങ്കിൽ കോള, എനർജി ഡ്രിങ്ക്സ്, സ്പോർട്ട് ഡ്രിങ്ക്സ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റൊമക്കിനെ ട്രിഗർ ചെയ്യുന്ന സാധനങ്ങളാണ്, അതിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇറിറ്റേറ്റഡ് ആകുമ്പോഴത്തേന് ഈ മ്യൂക്കോസൽ ലൈനിങ്ങിൽ മുറിവുകൾ ഉണ്ടാവുകയും അത് അൾസേഴ്സായിട്ട് മാറുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് സ്പൈസി ഫുഡ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരിലും അൾസേഴ്സ് കൂടുതലായിട്ട് കാണപ്പെടും. ഒത്തിരി എരി ഇഷ്ടമുള്ളവരുണ്ടല്ലോ, നന്നായിട്ട് എരി കഴിക്കുക, ചുമ്മാ പച്ചമുളക് ഇതൊക്കെ വാരി തിന്നുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഗ്യാസ്ട്രിക് അൾസേഴ്സ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ ഓവർ സ്ട്രെസ് ഉള്ളവരിൽ, വർക്ക് പ്രഷറോ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ളവരിലും ഈ ഒരു അൾസർ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഇനി ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് നമുക്കൊരു അപ്പർ അബ്ഡോമിനൽ പെയിൻ, വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വേദന കാണപ്പെടാറുണ്ട്. അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. ഫുഡ് കഴിച്ച ഉടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നൊരു ഫീലിംഗ് അങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചരിക്കുക, അതുപോലെ ഏമ്പക്കം വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് എന്താണെന്ന് നോക്കാം. നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരു നെഞ്ചരിച്ചിൽ, അല്ലെങ്കിൽ ഏമ്പക്കം വരിക, പുളിച്ചു തകട്ടൽ, വയറുവേദനയൊക്കെ ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ നമ്മൾ ഈ സിംറ്റംസ് ഒക്കെ പറയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് വെച്ചിട്ട് തന്നെ ഡോക്ടർ റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കും. അങ്ങനെ നോക്കിയിട്ടാണ് നമുക്ക് അൾസർ എവിടെയാണ്, ഏത് ഏരിയയിലാണ്, എത്രത്തോളം അത് എത്ര ഡെപ്തിലുണ്ട് എന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ മൂർജിക്കുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബേസിസ്. അപ്പോൾ അതിൻ്റെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് അതിൻ്റെ ഫൈൻഡിങ്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇനിഷ്യലി ചെറിയ സിംറ്റംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് മെഡിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ മാറും. അതല്ല പ്രോഗ്രസീവ് സിംറ്റംസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിഗ്രി അറിയാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഇനി ചില അലാമിങ് സിംറ്റംസ് ഉണ്ട്. അതായത് നമ്മൾ മെഡിക്കേഷൻ എടുത്തിട്ടും ഈ സിംറ്റംസ് ഒന്നും റിലീവ് ആവുന്നില്ല. അതായത് എന്തെങ്കിലും ട്യൂമേഴ്സോ ക്യാൻസറോ സെൽസിൻ്റെ ഒക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ചില അലാമിങ് സിംറ്റംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഒരു 10% തന്നെ ഒരു വിതിൻ 6 months കൊണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, ഇച്ചിരി എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞതായിട്ട് തോന്നുക, വയറിങ്ങനെ ഫുള്ളായി ഒരു ഹെവി ഫീലിംഗ് തോന്നുക, പിന്നെ അമിതമായ ക്ഷീണം തോന്നുക. എത്രയൊക്കെ മെഡിസിൻ നമ്മൾ എന്തൊക്കെ മാറ്റി കൊടുത്തിട്ടും ഈ സിംറ്റംസിൽ നിന്നൊന്നും തന്നെ റിലീഫ് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഒരു അലാമിങ് സിംറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ അലാമിങ് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഫർദർ ട്രീറ്റ്മെൻറ്റുകളോ
ബയോപ്സികളോ ഫർദർ ബ്ലഡ് ടെസ്റ്റുകളോ ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ, അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരിക്കും ഫർദർ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.